ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്സിലോ. ഇറ്റ്സ് മീ ദിവ്യ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ചാപ്റ്റർ 2 പാർട്സ് ഓഫ് എവല്യൂഷനിലെ ഹ്യൂമൻ നെർവസ് സിസ്റ്റം. നമ്മൾ ഓൺ എക്സാമിന് എല്ലാവർക്കും വേണ്ട ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹ്യൂമൻ നെർവസ് സിസ്റ്റം പറയാണ്. ഓക്കെ, ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഡൗട്ടുള്ള ആളുകൾക്കൊക്കെ ആ ഭാഗം മാത്രം സംശയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം ഹ്യൂമൻ നെർവസ് സിസ്റ്റം പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരേണ്ടത്, കണ്ണിൽ കാണേണ്ടത്, മനസ്സിലാക്കേണ്ടതൊക്കെ ന്യൂറോൺ ആണ്. എന്താണ് ന്യൂറോൺ? ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ കുറെ ഇഷ്ടിക അല്ലെങ്കിൽ കുറെ കല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരു ചുമരുണ്ടാക്കുക അല്ലെ? അതാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിന് ഒരു ചുമര് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടിക കൂടി ചേർന്നാലേ ചുമരാവുള്ളൂ. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് കട്ടകളിൽ ഒന്നാണ് ആര്? ഒരുപാട് ന്യൂറോൺ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടാവുന്നത്. എന്താണ് ന്യൂറോൺ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. പിടിച്ചു നുള്ളി, ഇപ്പൊ ഞങ്ങളെ പിടിച്ചു നുള്ളി, അല്ലെങ്കിൽ ഞാൻ ഇന്ന നുള്ളി, അല്ലെങ്കിൽ ആരും നിന്ന് തല്ലി, അങ്ങനെ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ മണ്ടയ്ക്ക് ടയറിൽ ഒരാൾ പൊട്ടിയങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും? ഇല്ല അല്ലെ? മണ്ടന്മാരല്ലെങ്കിൽ അത്രയും ക്ഷമയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കിയിരിക്കുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇവൻ എന്നെ തല്ലിയതാണല്ലോ, ഞാൻ തിരിച്ചടിക്കണമല്ലോ എന്നുള്ളത് മനസ്സിലാവുന്നത് ഈ അടിക്കണ അടി എവിടെ മനസ്സിലാവുന്നത് വേദന അറിയണം കൊണ്ടാണ്. അതെന്താണ്, അതെങ്ങനെയാണ് അറിയുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എന്റെ ഇവിടെ പിടിച്ച് നുള്ളി അല്ലെ, ഇത് നുള്ളി, അല്ലെങ്കിൽ ഇവിടെ ഓക്കെ, ഇവിടെ എനിക്ക് വേദന ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ നുള്ളി ഇവിടെ ഒരു ഇമ്പൾസ് ഉണ്ടായി അല്ലെ, ആ ഇമ്പൾസ് ഇവിടുത്തെ ന്യൂറോൺ പിടിച്ചെടുത്തു. ഇങ്ങനെ ഒരുപാട് ന്യൂറോൺ ഇവിടെ ശരീരം മുഴുവുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇമ്പൾസ് പോയി 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 തലയിലെത്തി, തല പറയുന്നു ആ നുള്ളിയതാണ്, കൈ ഒഴിഞ്ഞോ അല്ലെങ്കിൽ വേദന മാറ്റിക്കോ എന്നൊക്കെ പറയും. തിരിച്ചിങ്ങനെ വരും, ഇങ്ങോട്ട് എത്തും. അങ്ങനെയാണ് ആ വേദന അവിടെ അറിയുന്നത് അല്ലെ. ഇത് ഒരു ഇമ്പൾസ്, ഒരു കെമിക്കൽ, ഒരു ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷനാണ് നടക്കുന്നത് അല്ലെ. ഒരു ഇലക്ട്രിസിറ്റി ഇങ്ങനെ 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 പോയി വരികയാണ് ഇമ്പൾസ് വഴി. അതിനെ നമ്മൾ ഇമ്പൾസ്, ആ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഇങ്ങനെ പോയി വരുന്നതിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കാം. അതിന് സഹായിക്കുന്ന ആളാണ് ഇവിടെ കാണിച്ചിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്ന് പറയുന്നത്, ഈ ന്യൂറോൺ. ഓക്കെ, ന്യൂറോണിന്റെ പാർട്സ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ന്യൂറോണിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു ഭാഗമാണ് സെൽ ബോഡി, അഥവാ ഇതാണ് സെൽ ബോഡി. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കേണ്ടതായി സെൽ ബോഡിയിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് ആയിട്ടുള്ള ഡെൻഡ്രോൺ, ഡെൻഡ്രോണിന്റെ ബാക്കി ബ്രാഞ്ചസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്, അത് ആ ഭാഗം. പിന്നെ ഈ സെൽ ബോഡിയിൽ നിന്ന് നീണ്ടു പോകുന്ന വലിയ ഒരാളാണ് ആക്സോണ്. ആക്സോണിന്റെ ബ്രാഞ്ചിങ് ആണ് എന്ത്? ആക്സോണൈറ്റ്. പിന്നെ ഈ ഉണ്ട, ഈ അറ്റത്തെ ഈ ഉണ്ടെന്ന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെയാ നടക്കുക? ഇങ്ങനെ പോകും. അതായത് ഇങ്ങനെ ന്യൂറോൺ അടുക്കി വെച്ചിട്ടാണല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ന്യൂറോണിന്റെ ഇതൊരു ന്യൂറോൺ ആണെങ്കിൽ പിന്നെ ഇവിടെ അടുത്തൊരു ന്യൂറോൺ ഉണ്ട്, ഇങ്ങനെ അങ്ങനെ അങ്ങനെ അടുത്തൊരു സെൽ ബോഡി ഒക്കെ ഉണ്ടായിട്ടുള്ള അടുത്തൊരു ന്യൂറോൺ ഉണ്ട് അല്ലെ. എങ്ങനെയാണ് ഒരു അടുത്തൊരു ന്യൂറോൺ ഇപ്പുറത്തുണ്ടെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്? അപ്പുറത്തെ ഒരാളുടെ ഡെൻഡ്രൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി, ആക്സോണ്, കറണ്ട് പോകാണ്. ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബിന്ന് അടുത്ത ആളുടെ ഡെൻഡ്രൈറ്റിക്ക് ചാടും. പിന്നെ വീണ്ടും അയാളുടെ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, ആക്സോണ്, സെൽ ബോഡി, ആക്സോണ്, ആക്സോണൈറ്റ് പറഞ്ഞ അങ്ങനെ അങ്ങനെ പോകും. ഇങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പിന്നെ പറയാനുള്ളത് സിനാപ്റ്റിക് നോബിനെ കുറിച്ചാണ്. സിനാപ്റ്റിക് നോബിന്റെ ഫംഗ്ഷനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പറയാനുള്ളത്. ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക. ഈ സാധനം ഇതേപോലെ വരച്ച് വെക്കാൻ പഠിക്കുക. വരച്ചിട്ട് ചിത്രം വരയ്ക്കാൻ പറയും, വരച്ചിട്ട് അടയാളപ്പെടുത്താൻ പറയും. ഓക്കെ, ABC എന്ന് പറഞ്ഞിട്ട് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള നമ്മളെ നെർവസ് സിസ്റ്റത്തിലുള്ള കുറച്ച് സെൽസ് ആണ് എപ്പൻഡൈമൽ സെൽസ്, അതുപോലെ ഒലിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ സെൽസ്, ഷ്വാൻ സെൽസ്, ആസ്ട്രോസൈറ്റ്. ഇതിൽ ഷ്വാൻ സെൽസിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ന്യൂറോണിന്റെ സ്ട്രക്ചർ നമുക്കത് പഠിക്കാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക്കാണ് മയലിൻ ഷീത്ത്. എന്താണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത്? അതായത് ചില ന്യൂറോൺസിൽ, ഞാൻ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെ ന്യൂറോൺസ് ഇങ്ങനെ പോവാണെന്ന്, ചില ന്യൂറോൺസിനെ കവർ ചെയ്ത് ഒരു പ്രൊട്ടക്റ്റിംഗ് കവർ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. കണ്ടോ? ചില ന്യൂറോൺസിന്റെ ഇത് ആക്സോണാ, കണ്ടോ? ഈ കാണുന്നത് ഇത് ആക്സോൺ ആണ്. ആ ആക്സോണിന്റെ ചുറ്റും കണ്ടു നോക്ക്, ആക്സോണിന്റെ ചുറ്റും എന്തുണ്ട്? കണ്ടോ? ഒരു സാധനം, ഒരു ഇൻസുലേഷൻ കൊടുക്കുന്ന ഒരു കവർ ഇട്ട മാതിരി ഉണ്ട്.
ആ കവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിന്റെ മേജർ ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിക്കും. എന്താണ് ഫംഗ്ഷൻ? ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ് ബൈ ആക്ടിങ് ആസ് എൻ ഇൻസുലേറ്റർ. മൈലിൻ ഷീത്ത് ഒരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനെ ഇൻസുലേറ്റ് ചെയ്ത് ആക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? സ്പീഡ് പോകും. ട്രാൻസ്മിഷന്റെ സ്പീഡ് കുറച്ചുകൂടെ കൂടും. സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന ആളാണ്. അതായത് ഈ കറണ്ട് ഇങ്ങനെ പോകുമ്പോൾ സ്പീഡ് കൂട്ടാൻ സഹായിക്കും. മറ്റൊന്ന് ടു പ്രൊവൈഡ് നറിഷ്മെന്റ് ടു ദ ന്യൂറോൺ. ഈ ന്യൂറോണിന് എന്ത് കൊടുക്കും? നറിഷ്മെന്റ് കൊടുക്കും, ഓക്സിജൻ, ന്യൂട്രിയൻസ് ഒക്കെ. പിന്നെ അതേപോലെ ടു പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്ന് ഒരു കവറിംഗ് അല്ലേ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് മൈലിൻ ഷീത്ത്. ഈ മൈലിൻ ഷീത്ത് നമ്മുടെ ബ്രെയിനിലും ഉണ്ട്, സ്പൈനൽ കോഡിലുണ്ട്, അതേപോലെ നമ്മുടെ നെർവ്സിലൊക്കെ ഉണ്ട്. ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സും കൊണ്ടാണ്. ഓക്കെ, ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത്. ബ്രെയിനിന്റെ സ്പൈനൽ കോഡിന്റെ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയ സെൽസ് ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ്. നമ്മുടെ നെർവ്സിലാണെങ്കിൽ അത് ഷ്വാൻ സെൽസും കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, ബ്രെയിനും സ്പൈനൽ കോഡാണെങ്കിൽ ഒലിഗോഡെൻഡ്രോസൈറ്റ്, നെർവ്സിലൊക്കെ ഉള്ളത് ഷ്വാൻ സെൽസും കൊണ്ട്. നമ്മൾ സെൽസ് ഏതൊക്കെയാ പറഞ്ഞില്ലേ. ഇനി നമുക്ക് അടുത്തൊരു പറയാനുള്ള ഒരു നെക്സ്റ്റ് ഒരു ടോപ്പിക് ആണ് വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. പേരിൽ തന്നെ ഉണ്ട് ഉത്തരം. മൈലിനേറ്റഡ് ന്യൂറോൺസ് വിത്ത് മോർ അബണ്ടന്റ്, അല്ലെങ്കിൽ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ മോർ അബണ്ടന്റ്. ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ന്യൂറോൺസ്, ഈ കാണുന്ന പോലത്തെ ന്യൂറോൺസ് ഒരുപാടുണ്ട്, ഈ കാണുന്ന സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ഓക്കെ, ഈ സാധനം ഒരുപാടുണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ ഒരുപാടുള്ള സ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ഇനി ഈ മൈലിൻ ഷീത്ത് ഇല്ലാത്തതിനെ നമ്മൾ കളഞ്ഞ, ഈ സാധനം അല്ലാതെ ജസ്റ്റ് ആക്സോൺ മാത്രമുള്ള ന്യൂറോൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, കണ്ടോ, ഗ്രേ മാറ്റർ. സെൽ ബോഡീസ് ആൻഡ് പാർട്സ് ഓഫ് ന്യൂറോൺസ് വിത്തൗട്ട് എ മൈലിൻ ഷീത്ത്. വിത്ത് മൈലിൻ ഷീത്ത് ആണെങ്കിൽ വൈറ്റ് മാറ്റർ, വിത്തൗട്ട് മൈലിൻ ഷീത്ത് ആണെന്നുണ്ടെങ്കിൽ ഗ്രേ മാറ്റർ. ഓക്കെ ആണല്ലോ, ടേംസ് ഒക്കെ ഓർത്തു വെക്കുക. അവിടെയാണ് നമ്മൾക്ക് അവിടെ കാര്യമായിട്ട് പഠിക്കാനുള്ള സാധനം അതാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ബ്രെയിൻ. ചിത്രം നോക്കുക. ആരൊക്കെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ പണിയുണ്ട്. നമ്മൾ ബ്രെയിൻ സർജറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാരണം അതാ. അത് കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയോ, അല്ലെങ്കിൽ ഇയാൾക്ക് ചിലവരില്ലേ ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കാനുള്ള ഇത് നഷ്ടമാവും, അല്ലെങ്കിൽ ഫീൽ ചെയ്യാനുള്ള നഷ്ടമാവും എന്നൊക്കെ പറയാൻ കാരണം ഇങ്ങനെ ഒരുപാട് ഫോൾഡുകളാണ് നമ്മുടെ ബ്രെയിൻ. ഈ ബ്രെയിനില് ഓരോ ആൾക്കാർക്കും ഓരോ ഫങ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരും വെച്ച് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് പറയാനുള്ള ആളാണ് സെറിബെല്ലം. ഇതാണ് ഈ മാതിരിയുള്ള ആളാണ് സെറിബെല്ലം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ആളാട്ടോ സെറിബെല്ലം. എന്താണ് സെറിബെല്ലത്തിന്റെ പണി എന്ന് ഓർത്ത്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. ലാർജസ്റ്റ് പാർട്ട് ആരാ? സെറിബ്രം. നമ്മൾ വരും. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സീൻ ബിഹൈൻഡ് ആൻഡ് ബിലോ ദ സെറിബ്രം. ഇതാണ് സെറിബ്രം. ഇതാണ് ഏറ്റവും ലാർജസ്റ്റ് പാർട്ട്. ഈ സെറിബ്രത്തിന്റെ താഴെ കാണുന്ന ഇതാണ് സെറിബെല്ലം. ബിഹൈൻഡ് ആൻഡ് ബിലോ സെറിബ്രം help to maintain equilibrium of the body by coordinating muscular activities. നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്ത് ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? സെറിബെല്ലം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത പറയാനുള്ളതാണ് സെറിബ്രം. ഓക്കെ, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ ഓർമ്മയ്ക്ക് അയല മാതിരിയാണ് തീർന്നു. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. അങ്ങനെ 3 പോയിന്റ് കിട്ടി. അടുത്ത നമുക്ക് പറയാനുള്ളതാണ് സെറിബ്രം, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ ലാർജസ്റ്റ് പാർട്ടാണ്. കണ്ടോ, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഔട്ടർ പാർട്ട് ഈസ് ഗ്രേ മാറ്റർ. ഈ സീൻ ഈസ് കോൾഡ് കോർട്ടെക്സ്. ഇന്നർ പാർട്ട് ഓഫ് ദ വൈറ്റ് മാറ്റർ ഈസ് സീൻ ഈസ് കോൾഡ് മെഡുല്ല. ഇതിന്റെ ഔട്ടർ പാർട്ടിനെ നമ്മൾ കോർട്ടെക്സ് എന്നും ഇന്നർ പാർട്ടിനെ മെഡുല്ല എന്ന് വിളിക്കും. കോർട്ടെക്സിൽ കൂടുതൽ എന്താണ് വൈറ്റ് മാറ്റർ എന്ന് വിളിക്കുന്ന ആരെന്നാ നമ്മൾ പറഞ്ഞ മൈലിൻ ഷീത്തുള്ള മൈലിനേറ്റഡ് ന്യൂറോൺസ് ഉള്ളത് അല്ലെ, മൈലിനേറ്റഡ് ആക്സോൺ ഉള്ളത്. അപ്പൊ കോർട്ടെക്സ് എന്താണ്? വൈറ്റ് മാറ്റർ ആണ്. മെഡുല്ല ഗ്രേ മാറ്റർ ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. ബ്രെയിനിന്റെ കോർട്ടെക്സ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ കോർട്ടെക്സ് എന്ന് പറയുന്നത് ഗ്രേ മാറ്ററും ബ്രെയിനിന്റെ മെഡുല്ല എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഔട്ടർ പാർട്ട് വെറുതെ ഗ്രേ മാറ്റർ സീൻ ഈസ് കോൾഡ്. പുറത്ത് ഗ്രേ ആണ്, അകത്താണ് വൈറ്റ്. ഓക്കെ, ഗ്രേ മാറ്റർ കാണുന്നത് കോർട്ടെക്സ്, ഇന്നർ പാർട്ട് വൈറ്റ് മാറ്റർ മെഡുല്ല.
പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ ഓർത്ത് വെക്കാം. പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, വോളണ്ടറി മൂവ്മെന്റ്സ്. വോളണ്ടറി സ്വന്തം ഇഷ്ടപ്രകാരം ഇതൊക്കെ എന്റെ ബ്രെയിനാ കൺട്രോൾ ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിങ്, ഒരു കാര്യത്തിന് പ്ലാൻ ചെയ്യുക, പ്ലാനിങ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആയിട്ടുള്ള സെറിബ്രം ആണ്. സെന്റർ ഓഫ് മെമ്മറി, ഓർമ്മ, മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ, ഇതൊക്കെ തരുന്നത് ആരാണ്? സെറിബ്രം ആണ്. ഓക്കെ. പിന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബെല്ലം നമ്മൾ പറഞ്ഞു, ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു, മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ആളാണ് തലാമസ്. ഓക്കെ, നമുക്ക് തലാമസിലേക്ക് പോവാം. എന്താണ് തലാമസിന്റെ പണി? ഇതാണ് തലാമസ്. കണ്ടോ, തലാമസ് ഇന്നർ ബ്രെയിനിന്റെ ഉൾവശത്താണ് കാണപ്പെടുന്നത്. റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം സെറിബ്രം. സെറിബ്രത്തേക്കും സെറിബ്രത്തിൽ നിന്നിട്ടും അങ്ങോട്ടുള്ള മെസ്സേജസിനെ കൺട്രോൾ ചെയ്യുന്ന അതിന്റെ റിലേ സ്റ്റേഷൻ ആയിട്ടുള്ള ആളാണ്. പെയിൻ കില്ലേഴ്സ് ആക്ട് ഓൺ ദിസ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഒരു പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ അത് എവിടെ ആക്ട് ചെയ്യും? തലാമസിൽ ആക്ട് ചെയ്യും എന്നുള്ളത് ഓർത്തു വെക്കാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഹൈപ്പോ തലാമസ്. കിടക്കുന്നു എന്റെ താഴെ, തലാമസിന്റെ താഴെ, തലാമസിന്റെ താഴെ ഹൈപ്പോ തലാമസ്, സെറിബ്രത്തിന്റെ താഴെ സെറിബെല്ലം, അങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, ഹൈപ്പോ തലാമസിന്റെ പണിയാണ് ഹോമിയോസ്റ്റേസിസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബോഡി ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ്, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഹൈപ്പോ തലാമസ്. വിശക്കാൻ കാരണം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് വിശക്കാൻ കാരണം ആരാണ്? ഹൈപ്പോ തലാമസ് ആണ്. ഹൈപ്പോ തലാമസ് ആണ് വിശക്കുന്നുണ്ട്, ഭക്ഷണം വല്ലതും കഴിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, വിശപ്പ്. ഇനി ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതായത് ഈ ബ്രെയിനിന്റെ ഈ ഒരു ഭാഗം, ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയാം. ഓക്കെ, അതിൽ കണ്ടോ മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, മെഡുല ഒബ്ലോങ്കേറ്റ് ഉണ്ട്. ഏറ്റവും മുകളിലുള്ള മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ്. മെഡുല ഒബ്ലോങ്കേറ്റ് കിട്ടിപ്പിടിക്കിട്ട് അടിക്കരുത്, അപ്പൊ തന്നെ ആള് മരിക്കുന്നൊക്കെ പറയുന്നത് കേൾക്കാം നിങ്ങൾ അല്ലേ? ഇങ്ങനെ അല്ലേ, ഇവിടേക്കിട്ട് അടി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് സ്കള്ള് തീരുന്ന ഭാഗമാണ്, പ്രൊട്ടക്ഷൻ കുറവാണ്. സ്കള്ള് തീരുന്ന ഭാഗം, സ്കള്ള് തീരുന്നോണ്ട് താഴെയാണ് മെഡുല ഒബ്ലോങ്കേറ്റ്. ഒരാൾ അവിടേക്കിട്ട് അടിച്ചാൽ നമ്മളെ മറ്റേ ദൃശ്യ സിനിമയിൽ അങ്ങനെ തലക്കിട്ട് അടിക്കുന്നില്ലേ, അത് ഇവിടേക്കിട്ട് അടിച്ചുകൊണ്ടാണ് ഒറ്റ ബോധത്തിൽ മരിച്ചത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് മരിച്ചത് നമുക്കൊന്ന് പറയാം. എന്തുകൊണ്ട് ഒറ്റ അടിയിൽ അയാൾ മരിച്ചു? മിഡ് ബ്രെയിൻ ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. നമുക്ക് അവിടെ എത്തും. മിഡ് ബ്രെയിൻ, ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്. വിഷൻ, ഹിയറിംഗ്, മിഡ് ബ്രെയിൻ. വിഷൻ, ഹിയറിംഗ്. നോ റോൾ ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഐസ് ആൻഡ് ഐബ്രോസ്. കണ്ണിങ്ങനെ അനങ്ങാനും ഈ ഐബ്രോസ് ഇങ്ങനെ നീങ്ങാനും ഐ ഇങ്ങനെ നോക്കാനും റോളില്ല മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ ആകെ ഇതുള്ളൂ. വിഷൻ ആണ് കണ്ണ് കാണാനും ഹിയറിങ്ങും കേൾക്കാനും സഹായിക്കുന്നത്. ഇതിന് മിഡ് ബ്രെയിനായിട്ട് ഒരു ബന്ധമല്ല. നെക്സ്റ്റ് ആണ് പോൺസ്, മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദി കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഐ ആൻഡ് ഫേസ്. കണ്ണ് ഇങ്ങനെ ഇവിടുത്തെ ഈ മൂവ്മെന്റ് ഒക്കെ, എന്റെ മുഖം ഇങ്ങനെ ചിരിക്കാൻ കാരണം, കണ്ണിങ്ങനെ ആവാൻ കാരണം, മുഖത്ത് ഇങ്ങനെ ഇവിടത്തെയൊക്കെ മസ്കുലർ ആക്ടിവിറ്റിക്കൊക്കെ കാരണം പോൺസ് ആണ്. ഓക്കെ, കണ്ണ് കാണാനും കേൾക്കാനും കാരണം മിഡ് ബ്രെയിൻ ആണ്. ഇവിടെ ഇങ്ങനെ ഈ അനക്കത്തിന് കാരണം പോൺസ് ആണ്. ലാസ്റ്റ് പറയുന്നതാണ് മെഡുല ഒബ്ലോങ്കേറ്റ, സ്റ്റെമ്മിലുള്ള മെഡുല ഒബ്ലോങ്കേറ്റ. ഇവിടേക്ക് അടി കിട്ടിയപ്പോഴാണ് ചെങ്ങായി മരിച്ചത്. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്. ഇൻവോളണ്ടറി, സ്വന്തമായിട്ട് നമ്മുടെ കൺട്രോളില്ലാത്ത സാധനം. ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, ശ്വാസമെടുക്കല്, വോമിറ്റിങ്, കഫ്, സ്നീസിങ്, ഇതൊന്നും നമ്മുടെ കൺട്രോളില്ലാത്ത കാര്യങ്ങളാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ ഈ മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് ഇട്ട് അടി കിട്ടിയപ്പോ ചിലപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? മെഡുല ഒബ്ലോങ്കേറ്റ ഡാമേജ് ആവുകയും സ്പോട്ടിൽ എന്ത് ചെയ്തു? ഹാർട്ട് ബീറ്റ് നിൽക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആൾ മരിക്കുന്നത്. വെന്റിലേഷൻ, ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അടി കിട്ടിയപ്പോ അദൃശ്യത്വത്തെ അവൻ പെട്ടെന്ന് മരണപ്പെട്ടത്. ഓക്കെ, അതിന് കാരണം മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് അടി കിട്ടിയത് കൊണ്ടാണെന്ന് നമ്മൾ തീരുമാനമായി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്രെയിനിൽ പഠിക്കാനുള്ളത്. സെറിബ്രം, സെറിബെല്ലം, ലാർജസ്റ്റ് പാർട്ട് സെറിബ്രം, സെറിബ്രത്തിന്റെ താഴെയുള്ള സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് സെറിബെല്ലം. തലാമസ്, ഹൈപ്പോ തലാമസ്, തലാമസിന് താഴെയുള്ളതാണ് ഹൈപ്പോ തലാമസ്. ഓരോരുത്തർക്കും ഓരോ പണിയുണ്ട്. പിന്നെ ബ്രെയിനിന്റെ സ്റ്റെമ്മുണ്ട്, മിഡ് ബ്രെയിനും പോൺസും മെഡുല ഒബ്ലോങ്കേറ്റ. 7 ബ്രെയിൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയുന്ന ആളാണ് സ്പൈനൽ കോഡ്. ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. കണ്ടോ, എന്താണ് സ്പൈനൽ കോഡിന്റെ പ്രത്യേകത? ബ്രെയിനിന്റെ ഔട്ടർ പാർട്ട് ഗ്രേ മാറ്ററും ഇന്നർ പാർട്ട് വൈറ്റ് മാറ്റർ ആയിരുന്നല്ലോ. ഇവിടെ അത് നേരെ തിരിയും. നോക്ക്, ഔട്ടർ പാർട്ട് വൈറ്റ് മാറ്ററും ഇന്നർ പാർട്ട് ഗ്രേ മാറ്ററും ആവും.
ഓക്കെ, നേരെ തിരിയും. ഇന്നർ പാർട്ട് ഗ്രേ, ഔട്ടർ പാർട്ട് വൈറ്റ്. ബ്രെയിൻ ആണെങ്കിൽ നേരെ തിരിച്ച്, പുറത്തൊരു ഗ്രേ കളറാണ്, ഗ്രേ മാറ്റർ കളർ എന്നല്ല, മനസ്സിലാവേണ്ടി പറയാണ്, പുറത്ത് ഗ്രേ മാറ്റർ ആണ്, അകത്താണ് വൈറ്റ് മാറ്റർ. ബ്രെയിനിന്റെ ഉള്ളിലാണല്ലോ കാര്യം, പുറത്തല്ലല്ലോ. സ്പൈനൽ കോഡ് നേരെ തിരിഞ്ഞു, പുറത്ത് നല്ല വൈറ്റ് മാറ്റർ, അകത്ത് ഗ്രേ മാറ്റർ. പിന്നെ ഉള്ളൊരു സാധനമാണ് സെൻട്രൽ കനാല് പാർട്ട്, വിച്ച് ഈസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത ഭാഗം. പിന്നെ ഒരു ഡോർസൽ റൂട്ട് ഉണ്ട്, ഡോർസൽ, ഡോർ, ട്രാൻസ്മിറ്റ് മെസ്സേജ് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒരു ഡോർ എന്തിനാണ്, നമ്മുടെ പല വശത്ത്, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലേക്ക്, നിങ്ങൾ പല സ്ഥലത്തു നിന്ന് വരുന്ന എല്ലാ കുട്ടികളും നിങ്ങൾ ഒരു ക്ലാസ്സിലേക്ക് ഒരു ഡോർ വഴിയാണ് കയറി വരുന്നത്. ഇപ്പൊ ഡോർസൽ ഡോർ എന്ന് ഓർക്കാം, ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ സ്പൈനൽ കോഡ്. വെൻട്രൽ റൂട്ട് ആണെങ്കിൽ ട്രാൻസ്മിറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ സ്പൈനൽ കോഡ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി. നേരെ ഓപ്പോസിറ്റ് ആണ് വെൻട്രൽ റൂട്ട്. ഇവിടെ നിന്ന് പല വഴിക്ക് പോകുന്നതാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും പഠിക്കാത്തുള്ള നമുക്ക് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സ്റ്റാർ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇത് കണ്ടോ, രണ്ട് ന്യൂറോൺസ്, ഇതൊരു ന്യൂറോൺ, ഇതൊരു ന്യൂറോൺ. ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇതാ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, ആക്സോണ്, സോറി സെൽ ബോഡി, ആക്സോണ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിന്ന് നേരെ അത് ഇപ്പുറത്തേക്ക് ചാടും. ഈ സിനാപ്റ്റിക് നോബിന്ന് നേരെ ഇപ്പുറത്തേക്ക് ചാടി വീണ്ടും ഡെൻഡ്രോയിറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി, ആക്സോണ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഇവിടുന്ന് വീണ്ടും അടുത്ത ആൾക്ക്. ഇതാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ചാടുന്ന ഈ ഗ്യാപ്പ്, ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇവിടെ നിന്നിട്ട് ഈ ചാടി പോകുന്ന ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. സിനാപ്സ് എന്താണ് അപ്പോ? പാർട്ട് where an impulse is transferred from one neuron to another is called a synapse. ഒരു ന്യൂറോണിന് മറ്റൊരു ന്യൂറോണിക്ക് ഈ ചാടി പോകുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. സിനാപ്സിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ചിത്രം തന്നിട്ട് ഇത് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചാൽ ഇതാണ് സിനാപ്സ്. ഈ സിനാപ്സിന്റെ പാർട്ട് നമുക്ക് പറയാം. ഇതൊക്കെ ഒരു സിനാപ്റ്റിക് നോബിന്ന് അപ്പുറത്തെ എങ്ങോട്ടാ ചാടുന്നത്? ഡെൻഡ്രൈറ്റിക്കാണല്ലോ. ഒരു സിനാപ്റ്റിക് നോബിന്ന് അപ്പുറത്തെ ഡെൻഡ്രൈറ്റിക്കാണ് ചാടുന്നത്. ഇത് സിനാപ്റ്റിക് നോബ്, ഇത് ഡെൻഡ്രൈറ്റ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ആള് ഇതാണല്ലോ സിനാപ്സ്. അതുകൊണ്ട് അതിന്റെ മുന്നത്തെ ഉള്ള ആളെ പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ എന്നും ശേഷമുള്ള ആളെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ എന്നും നമ്മൾ പറയും. ഓക്കെ, പ്രീ സിനാപ്റ്റിക് മെമ്പറൈനും ഉണ്ട്, പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈനും ഉണ്ട്. മുന്നത്തെ ആൾ ഇതാണ് സിനാപ്സ്, ഈ നടുക്കുള്ളതാണ്, ഇതാണ് സിനാപ്സ്. ഈ സിനാപ്സിന്റെ തൊട്ട് മുന്നുള്ള ആളെ നമ്മൾ പ്രീ സിനാപ്റ്റിക്, കണ്ടോ, പ്രീ സിനാപ്റ്റിക് എന്നും ശേഷമുള്ള ആളെ പോസ്റ്റ് സിനാപ്റ്റിക് എന്നും നമ്മൾ പറയാം. ഇനി എന്താ സിനാപ്റ്റിക് നോബിന്റെ പണി? ദ ടിപ്പ് ഓഫ് ദി ആക്സോൺ, ദ ആക്സോണിന്റെ ടിപ്പ് ഓഫ് ദി ആക്സോൺ that contains vesicle filled with neurotransmitters. സിനാപ്റ്റിക് നോബ് പറഞ്ഞപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, സിനാപ്റ്റിക് നോബിലുള്ള സാധനമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സിനാപ്റ്റിക് നോബിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആണ് അസെറ്റൈൽ കൊളൈൻ. അസെറ്റൈൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആണ് അസെറ്റൈൽ കൊളൈൻ. ഇങ്ങനെ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഓർത്ത് വെക്കാനുള്ളത് ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഈ വട്ടത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ്, ഇങ്ങനെ കുത്തുകുത്തിൽ കിടക്കുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പുറത്തുള്ളതാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ, ദ ടിപ്പ് ഓഫ് ദ ഡെൻഡ്രൈറ്റ് വിച്ച് കണ്ടെയ്ൻസ് റിസെപ്റ്റേഴ്സ് ഫോർ റിസീവിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കണ്ട് ഈ ഇതിനുള്ള സാധനങ്ങളെ റിസീവ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ. അതായത് ഇതൊരു ഗ്യാപ്പാണല്ലോ, ഇമ്പൾസിന് പോണല്ലോ. ഈ ഗ്യാപ്പിലൂടെ നമ്മൾ ഒരു തോട് ചാടിക്കിടക്കുന്ന പോലെ ചാടിക്കിടക്കാൻ പറ്റില്ല. നമ്മൾ എന്തുണ്ടാക്കും? പാലുണ്ടാക്കും. സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ആയതുകൊണ്ട് ഇവിടെ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിക്കാണ് ഈ ഇമ്പൾസ് വരിക. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇങ്ങനെ വരുന്ന ഇമ്പൾസിനെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൽ നിന്നാണ് ഇങ്ങനെ ചാടി ആ ഇമ്പൾസ് പോയിട്ട് ഇപ്പുറത്തെത്തുക. ഓക്കെ, അങ്ങനെയാണ്. പെട്ടെന്ന് ചാടലല്ല, ചാടാൻ സഹായിക്കുന്ന ആളാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ഗ്യാപ്പ് നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്, ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസ്. ഈ ന്യൂറോൺസിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഇത്ര കാര്യമാണ് നമുക്ക് ഇവിടെ ഓർത്ത് വെക്കാൻ ഉള്ളത്. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഫംഗ്ഷൻ ഇതാണ്. ഒരു മെസ്സേജിന്, ഇമ്പൾസിനെ ഒരു സിനാപ്റ്റിക് നോബിന്ന് അപ്പുറത്തെ ഡെൻഡ്രൈറ്റിക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇതിലുള്ള ആൾക്കാരൊക്കെ ഓർത്ത് വെക്കുക.
അതൊക്കെ സിനാപ്റ്റിക് നോബ് ഉണ്ട്, അതേപോലെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ട്, അതേപോലെ സിനാപ്റ്റിക് ക്ലച്ച് ഉണ്ട് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് നെർവസ് സിസ്റ്റത്തില് ലാസ്റ്റ് പറയാനുള്ള ഒരു ടോപ്പിക്കാണ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അതായത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന, അതേപോലെ നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ ഓൺ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴുള്ള നിങ്ങളുടെ അവസ്ഥയും ഇതിനെ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും പറയാം. സിമ്പതറ്റിക് എന്ന് പറഞ്ഞാല് നോർമൽ ആയിട്ടിരിക്കുന്ന, സിമ്പതറ്റിക് എന്ന് പറഞ്ഞാല് സിമ്പതി. ഇപ്പൊ നിങ്ങൾ വെച്ചാൽ മതി, സിമ്പതി നമ്മളിപ്പോ ഒരാളോട് സിമ്പതി തോന്നുന്നു, നമ്മളെപ്പോഴും അയാൾ വല്ല ബേജാറായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒരാളോട് സിമ്പതി തോന്നും. അതാണ് സിമ്പതറ്റിക്. പാരാസിമ്പതറ്റിക് നോർമൽ ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ. നിങ്ങൾ ടെൻഷൻ അടിച്ച് ഒരു അഡ്രിനാലിൻ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തുള്ളത് സിമ്പതറ്റിക്കും, നോർമൽ റിലാക്സ്ഡ് അവസ്ഥയാണെങ്കിൽ പാരാസിമ്പതറ്റിക്കും എന്ന് ഓർത്തു വെക്കുക. എന്താണ് സിമ്പതറ്റിക്? പരീക്ഷാ സമയം, വീട്ടിലിരിക്കുന്ന സമയം, പരീക്ഷ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുതരാം. ഇതാ ഐ ഡയലേറ്റ് ഇല്ലേ, പ്യൂപ്പിൾ ഡയലേറ്റ് അങ്ങനെ ഒരു ഇങ്ങനെ ഡയലേറ്റ് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഡിക്രീസസ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ. ഈ മറ്റേ സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേജിലൊക്കെ കയറുന്ന ആൾക്കാർക്ക് ആ സമയത്ത് മനസ്സിലാവും ഇല്ലേ, നമുക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്ത് വരാത്തൊരു ആകെ വായിൽ എന്ത് ചെയ്യും, സലൈവ പ്രൊഡക്ഷൻ ഒക്കെ നിന്ന് ആകെ ഡ്രൈ ആവും. അത് മറ്റൊരു കാര്യം. ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, നെഞ്ചിങ്ങനെ ഇടിക്കില്ലേ, കോപ്പി കടിക്കുമ്പോൾ ഇങ്ങനെ ടീച്ചറിന്റെ അടുത്ത് കൂടെ വരിക അല്ലെങ്കിൽ ടീച്ചർ പിടിക്കുകയൊക്കെ ചെയ്താൽ പേടിച്ചിട്ട് നെഞ്ചിടിക്കും. പിന്നുള്ളത് ലങ്സ് എക്സ്പാൻഡ് ആവും. പിന്നെ സ്ലോസ് ഡൗൺ ദ പ്രോസസ് ഓഫ് ഡൈജഷൻ. വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലോ വേജറായിരിക്കുന്ന സമയത്ത്, ടെൻഷനുള്ള സമയത്താണെങ്കിൽ വിശപ്പൊക്കെ കുറയും. ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടും. ചില ആൾക്കാർക്ക് മുഖത്ത് ആക്നെ ഒക്കെ വരും സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്തൊക്കെ. അതൊക്കെ ഇതുകൊണ്ടാണ്, ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വരും. സ്ലോസ് ഡൗൺ പെരിസ്റ്റാൾസിസ്, പെരിസ്റ്റാൾസിസ് ഒക്കെ കുറയും. അതേപോലെ റിട്ടെയിൻസ് യൂറിൻ റിട്ടെയിൻ ചെയ്തൊക്കെ വെക്കും. ഇത്ര കാര്യങ്ങളാണ് സിമ്പതറ്റിക് സിസ്റ്റം. നിങ്ങൾ തല മുതൽ താഴെ വരെ ആലോചിക്കാം. ഓക്കെ, കണ്ണെന്നാണ് തുടങ്ങുന്നത്. പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, അതേപോലെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, ഡൈജഷൻ സ്ലോ ആവും, പെരിസ്റ്റാൾസിസ് സ്ലോ ആവും, ഹോർമോൺ പ്രൊഡക്ഷൻ കൂടും, യൂറിൻ റിട്ടേൺ ചെയ്യും. തലേന്ന് താഴെ വരെ ഓർത്ത് വെച്ചാൽ മതി. പാരാസിമ്പതറ്റിക് ആണെങ്കിൽ നോർമൽ കണ്ടീഷൻ കണ്ടോ, പ്യൂപ്പിൾ കൺസ്ട്രിക്ട് ചെയ്യും, ഇൻക്രീസസ് പഴയ പോലെയാവും, സാധാ പോലെയാവും, ഡിക്രീസസ് ഹാർട്ട് ബീറ്റ് നോർമൽ ആവും, പിന്നെ ലങ്സ് കൺസ്ട്രിക്ട് ചെയ്യും, സ്റ്റിമുലേറ്റ് ദ പ്രോസസ്, പിന്നെ വിശപ്പൊക്കെ വീണ്ടും ബാക്ക് ടു നോർമൽ, ഇൻക്രീസസ് പെരിസ്റ്റാൾസിസ് കൂടും, അതേപോലെ യൂറിൻ എംപ്റ്റി ചെയ്യും. ഇത്ര കാര്യമാണ് നമുക്ക് ഇവിടെ നെർവസ് സിസ്റ്റത്തിൽ കാര്യമായിട്ട് പറയാനുള്ളത്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. സിമ്പതറ്റിക് ആണെങ്കിൽ നമുക്ക് ഒരാളോട് വിഷമം തോന്നിയിട്ട് സിമ്പതി തോന്നുന്നപ്പോഴാണ് അയാൾ ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത്. ആ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് തല മുതൽ താഴെ വരെ എന്ത് സംഭവിക്കുന്നുള്ളത് ഓർക്കുക. അതാണ് സിമ്പതറ്റിക്. പാരാസിമ്പതറ്റിക് ആണെങ്കിൽ നോർമൽ ആയിട്ടിരിക്കുന്ന സമയം. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഓൺ എക്സാമിന് നെർവസ് സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന ഒരു പോർഷൻ. എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കാണപ്പെടുന്ന ഒരു പോർഷനാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മളൊരു 20 മിനിറ്റിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിച്ചു വെച്ചാൽ മതി, ഇത് ഓർത്ത് വെച്ച് പോയാൽ മതി. ടെക്സ്റ്റിലുള്ള അതേ കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മുഴുവൻ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്സ് ചാനലിൽ കയറി നോക്കിയാൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒക്കെ ആൻസേഴ്സ് ഉള്ള ഫുള്ള് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് ഉള്ള രീതിക്ക് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡു ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. That's it for now. All the best for the Onam exams. So thank you.